കൂട്ടുകാരെ ആൻഡ്രോ ക്രിയേഷൻസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിലെ വോളിയം സ്വിച്ച് അല്ലെങ്കിൽ പവർ സ്വിച്ചുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് പലപ്പോഴും നമ്മുടെ ഫോണുകളിലെ വോളിയം ബട്ടൺ അല്ലെങ്കിൽ പവർ ബട്ടൺ നമ്മുടെ ഫോണിൽ നിന്നും ഇളകി പോകാറുണ്ട്. അങ്ങനെ ഇളകിപ്പോയാണെങ്കിൽ പിന്നീട് നമുക്ക് ബുദ്ധിമുട്ടാണ്. വോളിയം കൂട്ടാനും കുറയ്ക്കാൻ അല്ലെങ്കിൽ പവർ ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ സ്ക്രീൻ ഓൺ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ നമ്മൾ പേനയുടെ ഇത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പിറ്റ്സിൻ്റെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് കുത്തിയായിരിക്കും നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ വോളിയം ഇന്നർ ആയിരുന്നാലും ശരി ഔട്ടർ ആയിരുന്നാലും ശരി, ഈ ഒരു സ്വിച്ച് ആയിരുന്നാലും ശരി, നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് ഏത് മോഡലിൻ്റെയും സ്വിച്ചുകൾ അല്ലെങ്കിൽ ഇന്നർ ആയിരുന്ന ഔട്ടർ ആയിരുന്നാലും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്കത് ഷോപ്പിൽ കൊടുത്ത് നമുക്ക് ഈസി ആയിട്ട് തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കും. വളരെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. എന്നാൽ എല്ലാ മോഡലുകൾക്കും ഈ വളരെ ഈസി ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കത്തില്ല. ഇപ്പോൾ ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് റെഡ്മിയുടെ ഒരു ഫോണാണ്. ഇത് നമുക്ക് ബാക്ക് കവർ മാത്രമായിട്ട് ഇളക്കിയെടുത്ത് വളരെ പെട്ടെന്ന് തന്നെ സ്വിച്ച് മാറ്റിയെടുക്കാൻ സാധിക്കും. ഏകദേശം ഒരു 100 രൂപയ്ക്കകത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ വോളിയം ബട്ടൺ ആയാലും ശരി പവർ ബട്ടൺ ആയാലും ശരി നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കും. ഷോപ്പിൽ കൊടുത്ത് റിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കും. 100 രൂപയ്ക്കകത്ത് മാത്രമേ ഇതിൻ്റെ ചാർജായിട്ട് വരികയുള്ളൂ. എന്നാൽ ചില ഫോണുകൾക്ക് നമുക്ക് ഈ ഒരു ബാക്ക് കവർ ഇളക്കാൻ സാധിക്കത്തില്ല. ചിലപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ റിമൂവ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ബാക്ക് കവർ ഇളക്കിയിട്ട് നമുക്ക് അതിലേക്ക് വോളിയം സ്വിച്ച് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബാക്ക് ഗ്ലാസ് ആയിരിക്കും. ചില ഫോണുകളിൽ ബാക്ക് ഗ്ലാസ് ആയിരിക്കും. ബ്ലാക്ക് ഗ്ലാസ് ഹീറ്റ് ചെയ്തെടുക്കണം. ചിലപ്പോൾ ഹീറ്റ് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ ഗ്ലാസ് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അതിലും കൂടുതൽ പൈസ നമുക്ക് ചിലവാക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ ചിലപ്പോൾ സ്വിച്ച് മാറേണ്ടതായിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ നിന്ന് പോകാറുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ മാറാൻ മടിക്കും. നമ്മൾ എന്താണെന്ന് ഇതേപോലുള്ള പിന്നോ അല്ലെങ്കിൽ സ്വിച്ച് എന്തെങ്കിലും കൊണ്ട് നമുക്ക് ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നിങ്ങളുടെ ഈ ഫോൺ പൊളിക്കാതെ തന്നെ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ നിന്ന് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് റിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കും. റിപ്പയർ ചെയ്തെടുക്കാൻ ഒരു ടെമ്പററി മെത്തേഡിലൂടെ നമുക്കത് റെഡിയാക്കി എടുക്കാൻ സാധിക്കും. അതിനായിട്ട് നമുക്ക് ഞാൻ അങ്ങനെ ചെയ്യും. ഏതെങ്കിലും സാഹചര്യങ്ങൾ നമുക്ക് അങ്ങനെ വരുമ്പോഴത്തേക്കും കസ്റ്റമർ പറയും അത് വേണ്ട, നമുക്ക് ഇതിങ്ങനെ മതി, ഇളക്കണ്ട, പൊളിക്കേണ്ടെന്ന് പറയുന്നത് ഞാൻ ടെമ്പററി ആയിട്ട് ഞാൻ ചിലപ്പോൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു പീസ്, അതായത് ഈ ഒരു ബട്ടൺസിനകത്ത് ഈ ഒരു പിളയിപ്പോയ ആ ഒരു പീസിനകത്ത് കീറാൻ പറ്റിയ രീതിയിലുള്ള ഒരു ബട്ടൺസ് എന്ന് പറയുമ്പോഴത്തേക്കും പ്ലാസ്റ്റിക്കിൻ്റെ ഏതെങ്കിലും ഒരു പീസ് വെട്ടിയെടുക്കുക എന്നുള്ളതാണ്. ഏതിൽ നിന്ന് വേണമെങ്കിൽ വെട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ സാധാരണഗതിയിൽ പല ഫോണുകളുടെയും കവറിൽ നിന്നുമൊക്കെ ഞാൻ ഇളക്കിയെടുക്കാറുണ്ട്. ബാക്ക് കവറിൽ നിന്നൊക്കെ കട്ട് ചെയ്തെടുക്കാറുണ്ട്. നിങ്ങൾക്കത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പേനയുടെ ക്യാപ്പ് ഉണ്ടല്ലോ, ക്യാപ്പിൽ ഇതേപോലെ ഒരു പേന കുത്തി വയ്ക്കാനുള്ളൊരു ഇതേപോലെ ഒരു ഓപ്ഷൻ ഉള്ളൂ. ഇതിൽ നിന്നൊക്കെ നമുക്ക് കട്ട് ചെയ്ത് പേനയുടെ ക്യാപ്പിൽ നിന്ന് വേണമെങ്കിൽ ഈ ഒരു ബാറിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ കറക്റ്റായിട്ട് നമുക്ക് ഇത് കിട്ടി നമ്മൾ നല്ല രീതിയിൽ ആ ഒരു സൈസിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇതിൽ നിന്നൊക്കെ ആകുമ്പോഴത്തേക്ക് പേനയുടെ ഇതിൽ നിന്നൊക്കെ ആകുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, അത് കട്ട് ചെയ്തെടുത്ത ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വന്നാൽ ഇതിനകത്ത് ഈസി ആയിട്ട് തന്നെ ഇറങ്ങിപ്പോകുന്ന ഒന്നായിരിക്കണം. വളരെ ഫ്രീ ആയിട്ട് തന്നെ ഇറങ്ങിപ്പോകുന്നത്, ഇതേപോലെ ഫ്രീ ആയിട്ട് തന്നെ കിടക്കുന്ന ഒന്നായിരിക്കണം. ഒരിക്കലും ടൈറ്റ് ആവരുത്. ഈ ഫ്രീ ആയിട്ട് തന്നെ ഇളവി അകത്ത് കിടക്കത്തക്ക രീതിയിൽ തന്നെ നമ്മളത് ചെയ്യണം. അതുപോലെ തന്നെ ബോഡിയിൽ നിന്നും കുറച്ച് ഹൈറ്റും വേണം. ഓക്കെ, അതായത് ഈ ഒരു ഫോണിൻ്റെ ഈ ബോഡിയിൽ നിന്നും കുറച്ച് ഹൈറ്റും വേണം. ഈസി ആയിട്ട് തന്നെ ഇതിൻ്റെ അകത്ത് കിടക്കുന്നതുമായിട്ടുള്ള ഒരു പീസ് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക എന്നുള്ള, അതുകൊണ്ട് ഞാൻ കാണിച്ചില്ല, ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. ഞാൻ കട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നില്ല, വീഡിയോക്ക് ലെങ്ത് കൂടും. അതുകൊണ്ട് നിങ്ങളത് കട്ട് ചെയ്തെടുക്കുക. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാത്ത കട്ട് ചെയ്ത് നമുക്ക് അതിൽ തന്നെ നമുക്ക് ഓൺ ഓഫ് സ്വിച്ച് ഇത് കറക്റ്റ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടോ? അപ്പോൾ ഇനി നമുക്ക് ഇത് ഇളകി പോകാതിരിക്കാൻ നമ്മൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു ടേപ്പ്, ഓക്കെ, നമ്മൾ പേപ്പറൊക്കെ ഒട്ടിക്കുന്ന ഒരു ചെറിയ ടേപ്പ് ഉണ്ടല്ലോ, മിക്കവാറുമൊക്കെ എല്ലാവരുടെ വീട്ടിൽ ഈ ഒരു ടേപ്പ് കാണും. ഇതേപോലത്തെ ടേപ്പ് കുറച്ച് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, കുറച്ച് പീസ് മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ആ സ്വിച്ചിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്ത ശേഷം ഞാനിപ്പോൾ പവർ ബട്ടണിലാണ് കാണിച്ചിരുന്നത് എങ്കിൽ പോലും നിങ്ങൾക്ക് വേണമെങ്കിൽ വോളിയം ബട്ടണിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ കറക്റ്റായിട്ട് മുകളിൽ ഡിസ്പ്ലേയിൽ വരാത്ത രീതിയിൽ താഴോട്ട് വരത്തക്ക രീതിയിൽ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് ഒട്ടിച്ചെടുത്താൽ മതി. കറക്റ്റായിട്ട് അത് അവിടെ ഇരുന്നോളും. പിന്നെ അത് ഇളകി പോകത്തില്ല. പിന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്കത് ഓൺ ഓഫ് ചെയ്യാനും അല്ലെങ്കിൽ വോളിയം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് ഇത് ഇളകി പോകത്തില്ല. അങ്ങനെ നിൽക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പൗച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആ പൗച്ചിൻ്റെ അകത്ത് എനിക്ക് ആർക്കും പെട്ടെന്ന് അറിയാനും പറ്റത്തില്ല ഇങ്ങനെ ഒരു പ്രോബ്ലംസ് ഫോണിനുണ്ട് എന്നുള്ളത് അറിയാനും പറ്റത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പൗച്ച് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് പവർ ബട്ടൺ ഉള്ളതുപോലെ തന്നെ നിങ്ങൾക്ക് വോളിയം ബട്ടണിലും ഡാമേജ് ആണെങ്കിൽ വോളിയം ബട്ടൺ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഇതേ മെത്തേഡ് ചെയ്യാൻ സാധിക്കും. ഒരു കാര്യം മാത്രം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി, വളരെ ഈസി ആയിട്ട് വളരെ ഫ്രീ ആയിട്ട് ഇറങ്ങി പോകുന്നതായിരിക്കണം. ബോഡിയിൽ നിന്ന് കുറച്ചും കൂടി ഹൈറ്റും വേണം. ആ
രീതിയിലുള്ള ഒരു പ്ലാസ്റ്റിക് വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഒരിക്കലും മെറ്റൽ പീസ് ഒന്നും കട്ട് ചെയ്തെടുക്കൽ, കാരണം അകത്ത് ലൈനുകൾ ഷോർട്ടാവും. അതുകൊണ്ട് മെറ്റൽ പീസ് ഉപയോഗിക്കരുത്, നിങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ ഉപയോഗിക്കുക. ഇതേപോലെ പേനയുടെ ക്യാപ്പിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പീസ് കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇത് മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ കൂട്ടുകാരെ ബൈ.